ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു വൺ ഡേ ട്രിപ്പാണ് കേട്ടോ. ഫാമിലി ആയിട്ടല്ല, നമ്മൾ ലേഡീസ് ആയിട്ടാണ്, ലേഡീസും കിഡ്സും മാത്രമായിട്ടാണ് കേട്ടോ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമ്മൾ ട്രിപ്പ് പോകുന്നത് ബസ്സിലായതുകൊണ്ട് ഇക്കേട്ടോ എന്നെയും മക്കളെയും ബസ്സുള്ള സ്ഥലത്തേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടുതൽ റിഫേന്നായത് കാരണം നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് റിഫേന്നായിരുന്നു. പിന്നെ 2-3 ഫ്രണ്ട്സ് ആയിരുന്നു മനാമയിൽ നിന്ന് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ 9 o'clock ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. മിക്കവാറും നമ്മൾ ഫ്രണ്ട്സിനൊക്കെ ഔട്ടിംഗ് ഒക്കെ പോകുന്ന സമയത്ത് പറഞ്ഞ സമയം കഴിഞ്ഞ് ലേറ്റ് ആയിട്ടാണ് വരാറ്. പക്ഷെ ഇന്നലെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാർപ്പ് 9 o'clock എത്തിയിട്ടില്ലെങ്കിൽ നമ്മളവിടെ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മൾ എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അവിടേക്ക് വരണമെന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണോ എന്നറിയില്ല, എല്ലാവരും ഷാർപ്പ് 9 o'clock ആകുമ്പോഴേക്കും നമ്മുടെ സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഹംലയിലുള്ള അല്ലിവാൻ മാളിലേക്കായിരുന്നു കേട്ടോ. ഈ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു യൂറോപ്യൻ സ്ട്രീറ്റ് പോലെ ഉണ്ടോ ഇവിടെയൊക്കെ കാണാൻ. പിന്നെ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സും കഫേസൊക്കെയാണ്. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ഫുള്ളൊന്ന് കറങ്ങി നടന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ സെക്കൻഡ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ക്യാമൽ പാർക്കിലേക്കാണ്. ക്യാമൽ പാർക്കിൽ പോയിനെങ്കിൽ ഒട്ടകത്തിനേക്കൊന്നും അങ്ങനെ അടുത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഓൾറെഡി അവർ കൊറോണയൊക്കെ കഴിഞ്ഞ സമയത്ത് അവിടെ ക്ലോസ്ഡ് ആണ്. അതിന് മുന്നേ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ അലൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുട്ടികളോട് ക്യാമൽ പാർക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികളെ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് വിൻഡോൻ്റെ സൈഡിൽ നിർത്തിയിട്ടൊന്ന് കാണിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ പിന്നെ ബസ്സിലേക്ക് കയറി കേട്ടോ. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബഹ്റൈനിൽ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത സമാബെ ബീച്ചിലാണ്. സമാബയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒന്നും കാണുന്നില്ല വെയിൽ കാരണം. ഒന്നും എനിക്കറിയില്ല, കാണുന്നുണ്ടോന്ന് അറിയില്ല. പിന്നെ എനിക്ക് കാണല് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ സമാബെ. ബഹ്റൈനിൽ ഇപ്പോൾ വിൻ്റർ സീസണൊക്കെ മാറി സമ്മർ സീസൺ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അത് പറഞ്ഞാൽ നല്ല ചൂടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ വെയിലൊക്കെ കാരണം ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോയെന്ന് വരെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. സമാബയിൽ എത്തുമ്പോഴേക്കും ജുമാൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഡ്രൈവറും നമ്മുടെ ആൺകുട്ടികളും അടുത്തുള്ള മസ്ജിദിൽ പോയി നിസ്കരിച്ചിട്ടെല്ലാം വന്നു. അങ്ങനെ കുട്ടികൾക്ക് ഇവിടെ വാഷ്റൂമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഫ്രഷായി അതുപോലെ തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ നെക്സ്റ്റ് പോയത് അറാദ് ഗാർഡനിലേക്കാണ്. അറാദ് ഗാർഡനിൽ എത്തിയതിന് ശേഷം നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു ലഞ്ച് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അറാദ് ഗാർഡനിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. പിന്നെ കുട്ടികൾക്കും നമുക്ക് ലേഡീസിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഗെയിംസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗെയിംസൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കൊലത്ത് ബുമാഹറിലെ പേളിംഗ് പാത്തിലേക്കായിരുന്നു. അങ്ങനെ നമ്മൾ പേളിംഗ് പാത്തിലെത്തിയതിന് ശേഷം അവിടെ സീല് നിറയെ ജെല്ലി ഫിഷിനെയൊക്കെ കാണാൻ പറ്റിയിട്ടോ. ശരിക്കും ഒരു പ്ലാസ്റ്റിക് കവർ കിടക്കുമ്പോഴാണ് ഉണ്ടായിരുന്നത് ജെല്ലി ഫിഷ്. അത്രയ്ക്ക് ബിഗ് ആയിട്ടുള്ളതൊക്കെ കരയിൽ കാണുന്നുണ്ടായിരുന്നു. കൊലത്ത് ബുമാഹറിന് ശേഷം നമ്മുടെ ഡെസ്റ്റിനേഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഒന്നെങ്കിൽ ഡ്രാഗൺ റോക്സ് അല്ലെങ്കിൽ ദിൽമോണിയിൽ പോകാമെന്നായിരുന്നു. കാരണം നമുക്ക് ടൈം കിട്ടുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പോകാമെന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ ചെന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഡ്രാഗൺ റോക്കിൽ പോയി കഴിഞ്ഞാൽ സൺസെറ്റ് കാണണം. അപ്പോൾ ആ ഒരു ടൈമിനനുസരിച്ചിട്ട് അവിടെ എത്തണമായിരുന്നു. പക്ഷെ നമ്മൾ എത്തുമ്പോഴേക്കും ഓൾറെഡി സൺസെറ്റൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് മൂണിനെ കാണാൻ സാധിച്ചത്. കുട്ടികൾക്കൊന്ന് എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു യാത്രാ വിവരണം അതുപോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ, അതായത് നമ്മൾ പോയ സ്ഥലത്തെ വീഡിയോ എഡിറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് 2 ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വിൻ ചെയ്ത കുട്ടികൾക്കെല്ലാം നമ്മൾ പ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ലോണം എൻജോയ് ചെയ്ത്. നമ്മുടെ ഈ ഒരു ട്രിപ്പ് ഇത്ര മനോഹരമാക്കിയത് നമ്മുടെ ഈ ഒരു കട്ടക്ക് നിൽക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ട്രിപ്പിന് കൂടുതൽ എഫേർട്ട് എടുത്തത് നമ്മുടെ സെറീന ടീച്ചറാണ് കേട്ടോ. ടീച്ചർ ആയതുകൊണ്ട് നമ്മളെയൊക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ടീച്ചർ അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രാഗൺ റോക്ക് വിസിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ റിഫയിലേക്ക് വന്ന് ചായ സമൂസയൊക്കെ കഴിച്ചു. അവിടെയാണ് കേട്ടോ നമ്മുടെ ട്രിപ്പ് എൻഡ് ചെയ്തത്. അങ്ങനെ ജംഷൻ്റെ വണ്ടിയിൽ കുറച്ച് ഫ്രണ്ട്സ് പോയി, കുറച്ച് പേരുടെ ഫാമിലി വന്ന് പിക്ക് ചെയ്തു. അങ്ങനെ ഞാനിക്കെന്നെ വിളിച്ചപ്പോഴേക്കും ഹസ്നും ഷാനത്തിയും ഷാന എന്നെ കൂടെ കേട്ടോ വന്നത്. അങ്ങനെ അവരെയൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ ഫ്ലാറ്റിലേക്ക് പോയി. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ബൈ ഇൻഷൂസ് ഗാലറി. Okay, bye.